ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് കുറേ നാളായി ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്, വേറെ ഒന്നുമല്ല. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കുറച്ച് പഴയ പെയിൻറ്റിങ്സാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ എല്ലാവരോടും വലിയൊരു സോറി പറയുകയാണ്. കാരണം ഈ വീഡിയോ കുറേ നാളായി അപ്ലോഡ് ചെയ്യാൻ എല്ലാവരും പറയണു, പക്ഷെ ഒരുപാട് ലേറ്റായെന്ന് എനിക്കറിയാം. വേറെ ഒന്നുമല്ല, ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് ലേറ്റായത്. കാരണം എൻ്റെ പെയിൻറ്റിങ്സ് എല്ലാം നാട്ടിലാണ്. ഞാനിവിടെ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴാണ് എല്ലാ പെയിൻറ്റിങ്സും വീഡിയോ എടുത്തതും ഫോട്ടോ എടുത്തതൊക്കെ കൊണ്ടുവന്നതാണ്. ഏതോ ഒരു ഹാർഡ് ഡിസ്കിൽ സേവ് ചെയ്ത് വെച്ചതുമാണ്. പക്ഷേ പിന്നീട് അത് എഡിറ്റ് ചെയ്യാനൊക്കെ നോക്കിയപ്പോൾ ആ ഫോട്ടോസും പെയിൻറ്റിങ്സും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എവിടെയോ മിസ്സായിപ്പോയി. പക്ഷേ എവിടെയാണ് സേവ് ചെയ്തിട്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ടായില്ല, അതാണ് കാര്യം. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പാണ് അത് കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണ് കേട്ടോ ഇത് അപ്ലോഡ് ചെയ്യാൻ ലേറ്റായത്. അപ്പോൾ സോറി എല്ലാവരോടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു 20+ പെയിൻറ്റിങ്സ് ഞാൻ കാണിക്കുന്നുണ്ട്. കൂടുതലും ഓയിൽ പെയിൻറ്റിങ്സാണ്, കാരണം ഞാൻ പണ്ട് കൂടുതലും ഓയിൽ പെയിൻറ്റിങ്സാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് വൺ ബൈ കാണാം. ഓക്കെ, ഇതൊക്കെ ഞാൻ ഓയിൽ പെയിൻറ്റിങ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത്, ചെയ്ത് പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സൊക്കെയാണിത്. അപ്പോൾ കൂടുതലും ഞാൻ ഓയിൽ സ്കെച്ച് പേപ്പറിലാണ് ചെയ്തിരുന്നത്. കാരണം പണ്ട് എനിക്ക് ഓയിൽ സ്കെച്ച് പേപ്പർ അല്ലാതെ ക്യാൻവാസിൽ അല്ലെങ്കിൽ ക്യാൻവാസ് ക്ലോത്തിൽ ചെയ്യുന്നതിനെ പറ്റിയൊന്നും എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല, എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഇതേമാതിരി ഒരു ചാർട്ട് പേപ്പർ പോലെ മേടിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഓയിൽ സ്കെച്ച് പേപ്പർ. അപ്പോൾ ആ പേപ്പർ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പെയിൻറ്റിങ്സ് ആയിരുന്നു അന്ന് ഞാൻ ചെയ്തിരുന്നത്. ഇതൊക്കെ സ്കൂൾ ടൈമിൽ ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സാണ്, ഒരു 7th സ്റ്റാൻഡേർഡ് 8th സ്റ്റാൻഡേർഡ് ഒക്കെ ടൈമിൽ ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഭയങ്കര സപ്പോർട്ടാണ് പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. എൻ്റെ പേരൻസ് ആണെങ്കിലും എൻ്റെ ചേട്ടനാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് പെയിൻറ്റിങ്സ് ചെയ്താലും അത് ഫ്രെയിം ചെയ്ത് തരാൻ അവർ റെഡിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റും കൂടും. അപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്യുക, അവർ ഫ്രെയിം ചെയ്ത് തരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ അധികം പെയിൻറ്റിങ്സ് ഇങ്ങനെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അന്ന് ചെറിയ ചെറിയ പെയിൻറ്റിങ്സ് ആയിരുന്നു ചെയ്തിരുന്നത്. പതുക്കെ അതിൻ്റെ സൈസൊക്കെ വലുതാക്കി വലിയ പെയിൻറ്റിങ്സൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയിരുന്നു ഞാൻ. അപ്പോൾ അന്നൊക്കെ വാർണിഷ് അടിക്കാനുള്ള പരിപാടിനെ പറ്റി എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇത് ഞാൻ പേപ്പറിലാണല്ലോ ചെയ്യുന്നത്, ഓയിൽ സ്കെച്ച് പേപ്പറിലാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ അത് സ്റ്റുഡിയോയിൽ കൊടുത്തിട്ട് ഫ്രെയിം ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു വാക്സ് പോലത്തെ ഒരു ലാമിനേഷൻ ചെയ്യാണ് സാധാരണ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ അത് ലൈറ്റിന് അഗെയിൻസ്റ്റ് അടിക്കുമ്പോൾ ചെറിയ ഗ്രെയിൻസ് പോലെ, നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഗ്രെയിൻസ് പോലെയൊക്കെ കാണും. പക്ഷേ ശരിക്കും നേരിട്ട് നോക്കുമ്പോൾ ഡേ ലൈറ്റിലൊക്കെ കാണുമ്പോഴാണ് ആ ഗ്രെയിൻസ് പോലെ കാണുക. പക്ഷേ നേരിട്ട് കാണുമ്പോൾ അത്രയ്ക്ക് ആ ഗ്രെയിൻസ് അത്ര കാണില്ല കേട്ടോ. അപ്പോൾ ഞാനത് ഡേ ലൈറ്റിൽ വെച്ചിട്ടാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ അങ്ങനെയാണ് സാധാരണ ഇത് ലാമിനേറ്റ് ചെയ്യാറ്. ഇതൊരു വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ്. ഇത് അത്യാവശ്യം വലിയ സൈസിലൊക്കെയാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും അതുപോലെ ഫ്രെയിം ചെയ്തിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ്. ഇത് എൻ്റെ മമ്മ പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. നീ വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അങ്ങനെ ചെയ്ത് ഫ്രെയിം ചെയ്തിട്ടുള്ള പെയിൻറ്റിംഗ് ആണ് ഇതൊക്കെ. ഓയിൽ പെയിൻറ്റിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ ഒരുപാട് സമയമെടുക്കും ഡ്രൈ ആവാൻ. അപ്പോൾ ഒരു പെയിൻറ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത പെയിൻറ്റിംഗ് തുടങ്ങുമ്പോൾ കുറേ ടൈമൊക്കെ എടുക്കും. അപ്പോൾ അങ്ങനെ എൻ്റെ നമ്പർ ഓഫ് പെയിൻറ്റിങ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അന്ന് ഈ ആക്രിലിക് പെയിൻറ്റിങ്ങിനെ പറ്റി വലിയ അറിവൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ റീസെൻ്റ്ലിയാണ് ആക്രിലിക് പെയിൻറ്റിങ് ചെയ്യാൻ തന്നെ തുടങ്ങിയിട്ടുള്ളത്. ഇത് കൃഷ്ണൻ്റെ രാധയുടെ ഒരു പെയിൻറ്റിംഗ് ആണ്. ഇതും ഓയിൽ പെയിൻറ്റിൽ ചെയ്തിട്ടുള്ള തന്നെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, ആ ഒരു ലാമിനേഷൻ്റെ ഗ്രെയിൻസൊക്കെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പേപ്പറിലാണ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ പഴക്കവും ഗ്രാജുവലി കാണിക്കും, പേപ്പർ കാണിക്കുമല്ലോ. ഇത് ഹാറ്റ് വെച്ചിട്ടുള്ളൊരു പെണ്ണിൻ്റെ പെയിൻറ്റിംഗ് ആണ്. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പേപ്പറിൽ ഇങ്ങനെ ആൾക്കാർ പെയിൻറ്റിങ്സൊക്കെ അയച്ചു കൊടുക്കുമല്ലോ, അതിൽ നിന്ന് ഒരു കുട്ടി ചെയ്തിട്ടുള്ളൊരു പെയിൻറ്റിങ്ങിൻ്റെ പേപ്പർ കട്ടിങ് എടുത്ത് വെച്ച് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സമയം കിട്ടുവാണെങ്കിൽ ഞാനൊരു ആക്രിലിക് പെയിൻറ്റിങ്ങിനെ ട്യൂട്ടോറിയൽ ചെയ്യാം കേട്ടോ. ഇനി കാണിക്കുന്ന പെയിൻറ്റിങ്സ് എല്ലാം ഞാൻ എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ വരച്ചിട്ടുള്ള പെയിൻറ്റിങ്സാണ്. ഇത് എൻ്റെ ചേട്ടൻ വരയ്ക്കാൻ പറഞ്ഞിട്ട് വരച്ചതാണ്. ഞാൻ മോനെന്ന് വിളിക്കാൻ എൻ്റെ ബ്രദറിനെ. അപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞു, നീ തൊപ്പിയിട്ട പെണ്ണിനെയും ഹാറ്റ് വെച്ച പെണ്ണിനെയും ഒന്നും വരയ്ക്കുക, അത് ശരിക്കും ഫേസ് ഫുള്ളായിട്ട് നീ വരയ്ക്കുക,
പോർട്രേറ്റ്സ് വരയ്ക്കുക, അല്ലാതെ ഈ മരങ്ങളും മലകളും അതുപോലെ സൂര്യനെയും ചന്ദ്രനെയും മാത്രം വരയ്ക്കാതെ കുറച്ച് ആളുകളുടെ മുഖവും പോർട്രേറ്റ്സൊക്കെ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് എൻ്റെ ബ്രദർ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇങ്ങനത്തെ ഇമേജസൊക്കെ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ഞാൻ വരയ്ക്കാൻ ട്രൈ ചെയ്തത്. അപ്പോൾ ഈ പെയിൻറ്റിങ്സിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സാധാരണ നമ്മുടെ പ്രൊപ്പോർഷൻ വൈസ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം കണ്ണിനൊക്കെ നല്ല വലുപ്പത്തിലാണ് ഞാൻ ഈ പെയിൻറ്റിങ്സിൽ കൂടുതലും വരച്ചിട്ടുള്ളത്. കണ്ണിൻ്റെ പ്രൊപ്പോർഷൻ സത്യം പറയുകയാണെങ്കിൽ ഈ ഫേസ് വെച്ച് നോക്കുമ്പോൾ അത്രയും കറക്റ്റല്ല. എൻ്റെ ഒരു ധാരണ എന്ന് പറയുന്നത് പണ്ടൊക്കെ കണ്ണ് നല്ല വലുതായിരിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്. അതൊക്കെയാണ് ഒരു ബ്യൂട്ടിയുടെ സ്റ്റാൻഡേർഡ്സ് എന്നൊക്കെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രൊപ്പോർഷൻ ഒന്നും നോട്ടീസേ ചെയ്തിരുന്നില്ല. കണ്ണ് നന്നായിട്ട് വലുതാക്കി വരയ്ക്കുമ്പോൾ അത് നല്ല ഭംഗിയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. ഇത് രാജാ രവിവർമ്മയുടെ ഹംസദമയന്തി എന്ന് പറഞ്ഞ പെയിൻറ്റിംഗ് ആണ്. എല്ലാവർക്കും അറിയാമല്ലോ. ഇത് പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്കൊരുപാട് ഓർമ്മകളുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ പെയിൻറ്റിങ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. മൊത്തത്തിലൊരു ഇരുണ്ട ബാക്ക്ഗ്രൗണ്ടാണ്. സോ ഞാൻ ഒരു ചേഞ്ചിന് വേണ്ടി ഇരുട്ടൊക്കെ മാറ്റി കുറച്ച് വെളിച്ചവും ബ്രൈറ്റ്നസ്സൊക്കെ കൂട്ടിയാണ് അങ്ങ് പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ ഒരു ചേഞ്ച് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ കൂടെ സാരിയുടെ കളറിനും ഒരു ചേഞ്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒറിജിനൽ പെയിൻറ്റിങ്ങിൽ ശരിക്കും ഒരു മറൂൺ റെഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് സാരിക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ വീണ്ടും ഒരു ചേഞ്ചിന് വേണ്ടി ഒരു ഡാർക്ക് ഗ്രീൻ കളർ സാരിക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചിരുന്നു. അന്ന് ഞാൻ എൻ്റെ അമ്മയോട് അതിനുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ എൻ്റെ അമ്മയ്ക്ക് 100 വട്ടം സമ്മതം. കാരണം കരിമ്പച്ച എന്ന് പറഞ്ഞ ആ ഒരു കളറ് കണ്ടു കഴിഞ്ഞാൽ അമ്മ എവിടെയെങ്കിലും ചാടി വീഴും. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് ആ കളറിനോട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് പെട്ടെന്ന് തീരുമാനമായിരുന്നു. എന്തായാലും ഈ ഒരു സാരിക്ക് ഗ്രീൻ കളറാണ് കൊടുക്കാൻ പോകണമെന്ന് തീരുമാനിച്ചിരുന്നു. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഞാൻ പച്ച കളർ സാരി കൊടുക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. പച്ച കളർ സാരി കൊടുത്തു, അതിൻ്റെ ഫിനിഷിംഗ് എല്ലാം കഴിഞ്ഞു. ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പി, ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയി വർക്കിൽ. പെട്ടെന്നാണ് എൻ്റെ ദമയന്തിക്ക് ജീവൻ വെച്ചത്. പെട്ടെന്ന് ജീവൻ വെച്ചിട്ട് ദമയന്തി ചോദിച്ചു എന്നോട്, ആരോട് ചോദിച്ചിട്ടാണ് എനിക്ക് ഈ പച്ച സാരി തന്നതെന്ന് ചോദിച്ചിട്ട് ആകെ ദേഷ്യത്തിൽ എനിക്ക് ഈ സാരി വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോയി. സ്വപ്നം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, നമ്മുടെ ഹംസത്തിൻ്റെയും ദമയന്തിയുടെയും നടുവിലൂടെ ഒരു വഴി പോകുന്നത് കാണാൻ പറ്റും. ആ വഴിയിലൂടെയാണ് നമ്മുടെ ദമയന്തി ഇറങ്ങി അങ്ങ് പോയത്. സ്വപ്നമാണെങ്കിൽ കൂടി ഞാൻ ഉറക്കത്തുനിന്ന് ചാടി എണീറ്റു. ലൈറ്റൊക്കെ ഇട്ട് നോക്കിയപ്പോഴാണ് എൻ്റെ ദമയന്തി ഇതേ അവിടെ സാരിയുടെ കളർ കിട്ടാനായി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, എൻ്റെ ദമയന്തിക്ക് ഗ്രീനൊന്നും വേണ്ട, റെഡ് സാരി തന്നെ മതി. അങ്ങനെയാണ് ഞാൻ എൻ്റെ ദമയന്തിക്ക് പച്ചയൊക്കെ ഉപേക്ഷിച്ചിട്ട് റെഡ് സാരിയിൽ തന്നെ പെയിൻറ്റ് ചെയ്തത്. ഇത് ഒട്ടുമിക്ക എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പിക്ചറായിരിക്കും. ഇത് നമ്മുടെ മലയാളം മനോരമ കലണ്ടറിൽ വന്നിട്ടുള്ളൊരു പിക്ചറാണ്, ഒരു ഫോട്ടോ ആണ്. പക്ഷേ ഇതിൻ്റെ നടുവിലൂടെ, ഈ വഴിയുടെ നടുവിലൂടെ ഒരു അമ്മൂമ്മ നടന്നു പോകുന്നൊരു ഫോട്ടോയും കൂടെ ആയിരുന്നു കേട്ടോ അത്. പക്ഷേ അന്ന് സമയത്ത് എനിക്ക് അമ്മൂമ്മേനെ വരയ്ക്കാൻ മടിയായതുകൊണ്ട് അന്ന് അമ്മൂമ്മേനെ വരച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പിക്ചറിൽ ഒരു എലമെൻ്റ് ഇല്ലാതെ പോയി. ഈ ഒരു പെണ്ണിൻ്റെ പെയിൻറ്റിങ്ങും ഞാൻ വളരെ ഇഷ്ടത്തോടെ വരച്ചിട്ടുള്ളൊരു പെയിൻറ്റിങ്ങാണ്. ഇതും ഞാൻ ഗൂഗിളിൽ നിന്ന് എൻ്റെ റെഫറൻസ് പിക്ചർ കിട്ടി പെയിൻറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിന് ശരിക്കുമുള്ള പിക്ചറിൽ ഒരു ബ്ലൂ ഔട്ട്ഫിറ്റാണ്, ബ്ലൂ ഒരു പാവാടയും ബ്ലൗസൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ദമയന്തിയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ഡ്രസ്സിനൊരു ചേഞ്ച് കൊടുക്കാൻ അവിടെ പറ്റാത്തത് ഞാൻ ഇവിടെ ചെയ്തു. ഇവിടെ ഞാൻ ആ ഒരു ബ്ലൂ ഷെയ്ഡിന് പകരം ഒരു പിങ്ക് ഷെയ്ഡ് കൊടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ചേഞ്ച് ഞാനായിട്ട് വരുത്തി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്കും കിട്ടി. അന്ന് ഇന്നത്തെ പോലെ പിൻട്രസ്റ്റിലൊന്നും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എല്ലാം ഗൂഗിളിൽ സെർച്ചിങ് ആയിരുന്നു കൂടുതലും. ഇന്ന് ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് റെഫറൻസ് ഇമേജൊക്കെ കിട്ടാൻ വേണ്ടി. പക്ഷെ അന്ന് ഈ ഗൂഗിൾ മാത്രമായിരുന്നു ഞാൻ ആശ്രയിച്ചിരുന്നത്. ഇതെനിക്ക് വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു പെയിൻറ്റിങ്ങാണ്. വേറൊന്നുമല്ല, ഇതെൻ്റെ സ്വന്തം പൂച്ചയാണ്. ഞങ്ങൾ പൊന്നു എന്നാണ് ഇതിന് പേരിട്ടിരുന്നത്. അപ്പോൾ ഞാൻ 8th 9th പഠിക്കുന്ന സമയത്താണ് പൂച്ചനെ എനിക്ക് കിട്ടുന്നത്. അതിനുശേഷം ഞാൻ ഒരു കോളേജിൽ പഠിക്കുന്ന ആ ഒരു സമയത്തൊക്കെയാണ് പൊന്നു ഞങ്ങളെ വിട്ട് പോകുന്നത്. നല്ല അനുസരണയുള്ള പൂച്ചയായിരുന്നു. ഞങ്ങളെല്ലാവരും വളരെ ഇണങ്ങി ജീവിക്കുന്നൊരു പൂച്ചയായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് താഴെ ഇരുന്ന് ഓടി വന്നോട് മടിയിൽ കയറിയൊക്കെ ഇരിക്കും. ഒരു പൂച്ച നമ്മളോട് കാണിക്കുന്ന സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു രീതികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങളത് എൻജോയ് ചെയ്തിരുന്നു.
പക്ഷേ വയ്യാണ്ടായിട്ടാണ് ഇത് ചത്തുപോയത്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു, കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിരുന്നു കുറേ ദിവസം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ തീരുമാനിക്കുന്നത് ഒന്ന് പെയിൻറ്റ് ചെയ്യണമെന്ന്, പൂച്ചേനെ പെയിൻറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ആണ് ഞാൻ ഇത് പെയിൻറ്റ് ചെയ്യുന്നത്. ഇതും ഓയിൽ സ്കെച്ച് പേപ്പറിൽ ചെയ്തിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്, കൃഷ്ണൻ്റെയും രാധയുടെയും. ഇത് അത്യാവശ്യം വലിയൊരു പെയിൻറ്റിംഗ് ആണ്. ഒരുപാട് ടൈം എടുത്തിരുന്നു എനിക്ക് ഈ പെയിൻറ്റിങ് ചെയ്ത് തീർക്കാൻ വേണ്ടി. കാരണം ഒരുപാട് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം എടുത്തിരുന്നു ഇത് പെയിൻറ്റ് ചെയ്യാൻ. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പെയിൻറ്റിങ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു, വാർണിഷ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. എങ്ങനെയാണ് നമ്മൾ വാർണിഷ് ചെയ്യാതെ പെയിൻറ്റിങ് എങ്ങനെയാണ് നമ്മൾ ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളൊരു വീഡിയോയിൽ ഞാൻ ഈ ഒരു പെയിൻറ്റിങ് കാണിച്ചിരുന്നു. ഇത് ലാസ്റ്റ് സപ്പർ പെയിൻറ്റിംഗ് ആണ്. ഇത് വൺ ഓഫ് ദി ലാർജസ്റ്റ് പെയിൻറ്റിംഗ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് എവർ ക്യാൻവാസ് ക്ലോത്ത് പെയിൻറ്റിംഗ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ക്യാൻവാസ് ക്ലോത്തിൽ പെയിൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് വലിയൊരു പെയിൻറ്റിംഗ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇപ്പോൾ പറയുന്നു, കാരണം ഇതുവരെ ഇതിന് ശേഷം ഞാൻ വലിയൊരു പെയിൻറ്റിംഗ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5 feet ലെങ്ത്തും 2.5 feet ബ്രെഡ്ത്തുമാണ്. ഞാൻ ഈ പെയിൻറ്റിംഗ് ചെയ്തത് 2012 കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര വർഷമായി? 9 years ആയി. ഇതും എൻ്റെ ബ്രദർ പറഞ്ഞ് ചെയ്തിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു, നീ പെണ്ണുങ്ങളെ മാത്രം വരച്ചാൽ പോരാ. ഇത്രയും ഫീമെയിൽ പെയിൻറ്റിങ്സ് ചെയ്തപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു, നീ പെണ്ണുങ്ങളെ മാത്രം പെയിൻറ്റ് ചെയ്താൽ ശരിയാവില്ല, ആണുങ്ങളെയും കൂടെ വരയ്ക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആണുങ്ങളുടെ പോർട്രേറ്റ് കുറേ തപ്പിയപ്പോഴാണ് എൻ്റെ ബ്രദർ പറഞ്ഞ്, പോർട്രേറ്റായിട്ട് നീ വരയ്ക്കേണ്ട, നീ ലാസ്റ്റ് സപ്പർ വരയ്ക്കുക, അപ്പോൾ ഇഷ്ടം പോലെ ആളുകൾ വരയ്ക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ചെറിയൊരു പെയിൻറ്റിംഗ് ആയിരിക്കും, പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഒട്ടും ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഇത്രയും ആൾക്കാരുടെ ഫേസ് വരയ്ക്കുക എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് എൻ്റെ ബ്രദർ പറഞ്ഞ്, ചെറിയ പെയിൻറ്റിംഗ് അല്ല, വലിയ ക്യാൻവാസിൽ വരച്ചാൽ മതിയെന്ന്. അപ്പോൾ അതുവരെ ഞാൻ ക്യാൻവാസ് എന്നുള്ള സംഭവം എനിക്കതിനെപ്പറ്റി അറിയില്ലായിരുന്നു. വലിയ പേപ്പർ എന്തായാലും കിട്ടില്ല എന്ന് എനിക്കറിയാം. അങ്ങനെയാണ് ഞങ്ങൾ ക്യാൻവാസ് ക്ലോത്തിനെ പറ്റി അന്വേഷിച്ചറിയുന്നതും ഇതേമാതിരി ക്ലോത്ത് നമുക്ക് മുറിച്ച് മേടിക്കാമെന്ന് അന്വേഷിച്ചറിയുന്നതും. അങ്ങനെ ഞങ്ങൾ പോയി ക്യാൻവാസ് ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ മുറിച്ച് പെയിൻറ്റ് ചെയ്തതാണ് ഈ ഒരു ലാസ്റ്റ് സപ്പർ. അപ്പോൾ ഇത്രയുള്ള കേട്ടോ എൻ്റെ പെയിൻറ്റിങ് കളക്ഷൻസ്. ഞാൻ കൂടുതലും ഓയിൽ പെയിൻറ്റിങ്സ് ആണ് ചെയ്തിരുന്നത്, അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് പെയിൻറ്റിങ്സ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പെയിൻറ്റിങ്സ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളതും നിങ്ങൾക്ക് ഈ പെയിൻറ്റിങ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതെല്ലാം എൻ്റെ ഓൾഡ് പെയിൻറ്റിങ്സ് ആണ്. ഞാൻ റീസെൻ്റ്ലി ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സ്, അതായത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ചെയ്തിട്ടുള്ള എല്ലാ പെയിൻറ്റിങ്സും കൂടി ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്